ഇന്നലെ പണിക്ക് കഴിഞ്ഞോ? അന്നെ ഞാൻ ബാലചാട്ടൻ സൈറ്റിൽ കണ്ടല്ലോ. അതെ, ഏട്ടൻ ഇന്നലെ പണിക്ക് കഴിഞ്ഞു സൈറ്റില്. അപ്പൊ ഓൻ നന്നായി പണിയെടുക്കണ്ടോ നോക്കാൻ പോയതാ. അവന് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതാണ്. അല്ല, ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത്? കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഉണ്ട് പറഞ്ഞാൽ പിന്നെ പഠിച്ചോണ്ടേ അതുമ്പോ ശരിയാവില്ല. അല്ല സ്റ്റാ, ഈ ഒരു കട്ടൻ ചായ പോലും കുടിച്ചില്ലല്ലോ, പിന്നെ ഇതിനാ പല്ല് കുത്തണേ? അതെ, നല്ല പൊറാട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാലേ കുറെ നേരം കഴിയുമ്പോ അതിന്റെ കഷ്ണങ്ങളൊക്കെ വായന്റെ ഉള്ളിൽ ഉണ്ടാവും. അതിങ്ങനെ തോണ്ടി എടുക്കുമ്പോ ആ കഴിച്ചന്നപ്പോഴുള്ള ആ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും. അതൊരു സുഖ. അതിന് ഈ പൊറാട്ടയും ബീഫും കഴിച്ചില്ലല്ലോ. ചങ്ങായെ, ഇപ്പോഴേ ഇതൊക്കെ തോണ്ടി പഠിച്ചാൽ കഴിക്കുമ്പോ എളുപ്പമായില്ലേ? ഈ 10ാം ക്ലാസ് വരെ കുറെ സാധനം പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഭാവിയിൽ ഉപകാരപ്പെടും വിചാരിച്ചിട്ടല്ലേ? അതൊന്നും ഉപകാരപ്പെട്ടില്ലല്ലോ. അതൊരു ശരിയാണ്. എന്റെ മോനെ, മേലടത്തെ സലീമാണാ പോയത്. ഓ, പിന്നെയും കാറ് മാറ്റിയോ? അനക്കറിയോനെ? സലീമിനെയോ? എടാ, ഞങ്ങള് രക്തബന്ധല്ലേ. എന്ത് രക്തബന്ധോ? എടാ, ഓന് ഗൾഫിൽ പോയ രക്തം കൊടുത്ത ഞാനല്ലേ. ഗൾഫിൽ പോകുമ്പോ സൂക്കേസ് കൊടുക്കുക, പണം കൊടുക്കാന്നൊക്കെ കേട്ടിക്കണ്. ചോര കൊടുക്കാന്നുള്ള ആദ്യമായിട്ട് കേൾക്കുക. ഈ തള്ളല്ലോ ഉമേഷേ. എടാ ഷിബു, ഞാനും ഓനും കൂടിയാണ് ഗൾഫിൽ പോകാൻ പ്ലാൻ ഇട്ടിന്. അപ്പം ഗൾഫിൽ പോകുമ്പോൾ ഈ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യണ്ടേ? ആ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനും ഓനും കൂടി എന്ത് ചെയ്തു, ലാബിൽ പോയി. എന്റെ ബ്ലഡ് ആദ്യം തന്നെ സിസ്റ്റർ എടുത്തപ്പോ ആ കൂടെ കണ്ടിട്ട് ഓൻ ബോധം കെട്ടുപോയി. പിന്നെ ഓന്റെ ബ്ലഡ് എടുക്കാൻ കഴിയുമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളൊരു ചങ്ങായിയല്ലേ, ഓൻ കുടുങ്ങി പോകണ്ട വിചാരിച്ചു ഞാൻ എന്റെ ബ്ലഡ് കുറച്ച് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഓൻ കഴിച്ചിലായി പോയത്. റിസൾട്ട് വന്നപ്പോൾ പക്ഷെ എന്താ, ഓന്റെ ബ്ലഡിന് പ്രശ്നമൊന്നുമില്ല, എന്റെ ബ്ലഡിനാണെങ്കിൽ മുഴുവൻ പ്രശ്നം. അങ്ങനെ ഓൻ ഗൾഫിൽ കയറി പോയത്. അല്ലപ്പോൾ ഞാനും പോയിനി. പക്ഷെ ഓനൊരു നന്ദിയില്ലാത്തവനാടാ. ഗൾഫിൽ നിന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരൂലേ? ഒന്നുമില്ല. മിനിമം ഞാൻ കൊടുത്ത ബ്ലഡെങ്കിലും തിരിച്ചു തരണ്ടേ?